നമ്മൾ കുറേ നാളുകളായിട്ട് കച്ചവടം വളരെ മോശമാണ്. ബിസിനസ്സൊക്കെ വളരെ മോശമായിട്ടിട്ട് സ്വന്തം ഉപജീവനത്തിന് തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നത്. ഈ സ്കൂൾ വെക്കേഷൻ, ക്രിസ്മസ്, ന്യൂ ഇയർ ഇതൊക്കെ ആയിട്ട് വന്ന് ഈ ഒരാഴ്ചയാണ് ഒരു കുറച്ച് കച്ചവടം ഈ ഹോട്ടൽ മേഖലയിലേക്ക് കിട്ടുന്നത്. ആ സമയത്ത് പക്ഷിപ്പനിയുടെ പേര് പറഞ്ഞ് ഹോട്ടലുകളിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള, അതായത് ഇന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളെ പോലും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഒന്ന് ഇറക്കി വിടുക എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനം പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഉപജീവനം നടത്തുന്നത്. ഈ പക്ഷിപ്പനിയുടെ പേരിലാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഹോട്ടലിലും ഞങ്ങൾ കോഴിയെ കൊല്ലുന്നില്ല. ഇവിടെ ഫ്രോസൺ ചിക്കൻ മേടിച്ച് വിൽക്കുന്നതിന് എന്താണ് തടസ്സം? ഫ്രോസൺ ചിക്കനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 13 ജില്ലകളിലും വിൽക്കാം. ആലപ്പുഴ ജില്ലയിൽ മാത്രം വിൽക്കരുതെന്ന് പറയുന്നതിന്റെ ന്യായം മനസ്സിലാകുന്നില്ല. എല്ലായിടത്തും വിൽക്കുന്നുണ്ടല്ലോ ഫ്രോസൺ ചിക്കൻ. അപ്പൊ ഫ്രോസൺ ചിക്കൻ എന്തിനാണ് ഇവർ നിരോധിക്കുന്നത്? ഫ്രോസൺ ചിക്കന് കൂടെ പക്ഷിപ്പനി പകരുന്നില്ല. അപ്പോൾ ഒരു നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ തെറ്റായ തീരുമാനം, അതിന്റെയൊക്കെ പുറകിൽ പല കാരണങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 500 കോഴികളെ കൊല്ലുന്നു, 5000 കോഴികളെ കൊന്നുകൊണ്ട് നഷ്ടപരിഹാരം, അതൊക്കെ പല രീതിയിലും ദുരുപയോഗം ചെയ്യുകയാണ്. ഇതൊന്നും കാണാനായിട്ട് ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല. ഉപജീവനത്തിന് വേണ്ടി കട തുറന്നിരിക്കുന്ന സ്ഥാപനങ്ങളെ, അവിടെയുള്ള ആളുകളെ, ഉപഭോക്താക്കളെ കടയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കിക്കൊണ്ട് ആ സ്ഥാപനം അടച്ചുപൂട്ടുക, എന്ത് ഗുണ്ടായിസം പോലെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ കട അടച്ചിട്ടേക്കാം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ആരോടും വൈരാഗ്യമില്ലല്ലോ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതികരിക്കുന്നതിന് ഞങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എങ്ങനെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കും? ഒരു സാധനവും, പച്ചക്കറികൾക്കൊക്കെ തീവില, എല്ലാ സാധനങ്ങൾക്കും തീവിലയാണ്. ആ സമയത്താണ് കോഴി വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ന്യൂ ഇയറിനാണ് 10 പൈസയുടെ കച്ചവടം നടക്കുന്നത്. ആ സമയത്ത് ഈ രീതിയിലുള്ള തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഏത് ഉദ്യോഗസ്ഥരായാലും ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിടുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് എന്നില്ലെങ്കിൽ ഞങ്ങളോട് വിളിച്ചു പറയട്ടെ. കളക്ടർക്ക് ഒരുമാതിരി അധികാരത്തിന്റെ മത്ത് പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് പറയണമല്ലോ. ഫ്രോസൺ ചിക്കൻ എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല? ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ. ഫ്രോസൺ ചിക്കൻ കൂടെ പക്ഷിപ്പനി പകരുമോ? ഇല്ല. ഏതെങ്കിലും ഹോട്ടലുകളിൽ ഞങ്ങൾ കോഴിയെ വെട്ടുന്നുണ്ടോ? ഫാമുകളിലല്ലേ അതുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി നോക്കണം. ഉദ്യോഗസ്ഥർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രോസൺ ചിക്കൻ വിൽക്കുന്നത് അവർക്ക് തടയാൻ എന്ത് ന്യായമാണുള്ളത്? എന്ത് നിയമമാണ് ഇവിടെ ഉള്ളത്? അപ്പൊ നിയമലംഘനം നടക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ ഇവിടുത്തെ ഹോട്ടലുകാരെ കിട്ടില്ല. അപ്പൊ നിയമത്തിന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് വേണം. കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമത്തെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് കേരളത്തിലൊരിടത്തും എങ്കിൽ പിന്നെ എല്ലായിടത്തും കോഴി വിൽക്കണ്ടെന്ന് തീരുമാനിക്കട്ടെ. എന്തുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ മാത്രം വിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നു? ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് ഫ്രോസൺ ചിക്കൻ കൊടുത്താൽ പക്ഷിപ്പനി പകരുന്നത്. വലിയ കുത്തക മുതലാളിമാർക്ക് ഇവിടെ നമുക്കറിയാം, പല കോഴിയുടെ കുത്തക മുതലാളിമാരുണ്ട്. അവിടെയൊക്കെ ചിക്കൻ മാത്രം വിൽക്കുന്ന വിഭവങ്ങളില്ലേ? അവരൊക്കെ ജീവിക്കുന്നില്ലേ? അപ്പൊ ഇവിടുത്തെ പാവപ്പെട്ട കച്ചവടക്കാരെ ഏത് രീതിയിലും അവരെ ദ്രോഹിക്കുക എന്നുള്ളൊരു സമീപനമാണ് ഈ ഭാഗത്ത് ജില്ലാ അധികാരികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതിനെ ഞങ്ങൾക്ക് വെച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ 30-ാം തീയതി തൊട്ട് ഈ രീതിയിലാണെങ്കിൽ ഞങ്ങളോടൊരു മാന്യമായ രീതിയിൽ പെരുമാറണം. എന്താണ് ഈ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ കടയിൽ ചെന്ന് ഇങ്ങനെ ഒരു ഗുണ്ടകളെ പോലെ പെരുമാറുന്നത്? ഞങ്ങൾ എന്താ ഈ നാട്ടിൽ നിയമലംഘനം നടത്തുന്ന വല്ലവരുമാണോ? കഷ്ടപ്പെട്ട് 8ഉം 10ഉം രീതിയിലെ ടാക്സ് കൊടുത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അതല്ലാണ്ട് ഞങ്ങളാരും തെറ്റായി ജീവിക്കുന്നവരല്ല. ഞങ്ങളോട് മാന്യമായി പെരുമാറാൻ ആദ്യം ഉദ്യോഗസ്ഥർ പഠിക്കണം. ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണം. നിയമത്തിന്റെ എല്ലാ ആനുകൂല്യവും ഞങ്ങൾക്ക് കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കട തുറക്കുന്നുള്ളൂ. ഇന്ന് ആലപ്പുഴയിൽ മാത്രമാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഈ സമരത്തിന് ആലപ്പുഴ ജില്ലയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റു ജില്ലകളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കേണ്ടി വരും എന്നുകൂടി ഏറ്റവും വിനയമായിട്ട് എനിക്ക് അധികാരികളോട് പറയുവാനുള്ളൂ. അതായത് ഈ അധികൃതരുമായി ബന്ധപ്പെടുമ്പോഴാണെങ്കിൽ പോലും അവര് ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് കാണുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ? അധികാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് അധികാരികളുടെ ചുമതല? അവർ ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാരെ വിളിച്ചിട്ട് അതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ ഒന്നുകിലും മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഫ്രോസൺ ചിക്കൻ കൊടുക്കാൻ പാടില്ല? ഈ പറയുന്ന ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശമായ എറണാകുളത്തിന്റെ ആ അതിർത്തി കൊടുക്കുക. അപ്പൊ അപ്പുറത്തുനിന്ന് ഇവിടെ ഒന്ന് കഴിക്കില്ലേ? കൊല്ലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് കഴിക്കില്ലേ? പത്തനംതിട്ടയോട് കോട്ടയം ജില്ലയുടെ ഭാഗത്ത് എടുത്ത് കഴിക്കില്ലേ? അപ്പൊ ആൾക്കാരൊക്കെ അപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. അവിടെയുള്ള കച്ചവടക്കാരൻ പട്ടിണി കിടക്കട്ടെ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളേ? ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഫ്രോസൺ ചിക്കൻ അല്ലാതെ ഒരു സ്ഥാപനങ്ങളിൽ അങ്ങനെ കോഴി വെട്ടി വിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് അടച്ചുപൂട്ടിക്കോട്ടെ. ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. നിയമലംഘനത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. പക്ഷെ നിയമത്തിന്റെ ആനുകൂല്യം 14 ജില്ലകളിലും കൊടുക്കുന്ന ഫ്രോസൺ ചിക്കൻ ഞങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിലും കൊടുക്കാനുള്ള അനുവാദം തരണം. അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏതെങ്കിലും സ്ഥാപന ഉടമ തെറ്റായ രീതിയിൽ പോയാൽ അവർക്കെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കുന്നതിന് സംഘടന ഒരിക്കലും അംഗീകരിക്കില്ല. അക്കാര്യത്തിൽ നടപടിയെടുക്കുന്നതിന് ഒരിക്കലും തടസ്സം നിൽക്കില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.